ഗൾഫ് മേഖലയിലെ സംഘർഷമില്ലാതാക്കാൻ അടിയന്തര രാഷ്ട്രീയ പരിഹാരം ആവശ്യപ്പെട്ട ഒമാനും ജപ്പാനും. ഹോർമുസ് കടലിടുക്കിലെ സുരക്ഷ ഉറപ്പാക്കാൻ നയതന്ത്ര ശ്രമങ്ങൾ ഊർജിതമാക്കണമെന്ന് ഇരു രാജ്യങ്ങളുടെയും വിദേശകാര്യമന്ത്രിമാർ മസ്കത്തിൽ നടന്ന കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പറഞ്ഞു. മസ്കത്തിൽ നടന്ന കൂടിക്കാഴ്ചയ്ക്ക് ശേഷം നടത്തിയ സംയുക്ത വാർത്താ സമ്മേളനത്തിലാണ് ഒമാൻ വിദേശകാര്യമന്ത്രി സെയ്ദ് ബദർ ബിൻ ഹമദ് അൽ ബുസൈദിയും ജപ്പാൻ വിദേശകാര്യമന്ത്രി തോഷിമിത്സു മൊട്ടേഗിയും നിലപാട് വ്യക്തമാക്കിയത്. നയതന്ത്ര ചർച്ചകളിലൂടെയും രാജ്യാന്തര നിയമങ്ങളെ ബഹുമാനിക്കുന്നതിലൂടെയും മാത്രമേ മേഖലയിൽ ശാശ്വത സമാധാനം ഉറപ്പാക്കാൻ സാധിക്കൂ എന്ന് ഇരു രാജ്യങ്ങളും വ്യക്തമാക്കി. ആഗോള ഊർജ്ജ വിതരണത്തിന്റെ പ്രധാന ഇടനാഴിയായ ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള തടസ്സമില്ലാത്ത കപ്പൽ ഗതാഗതവും സുരക്ഷിതമായ ചരക്ക് നീക്കവും ഉറപ്പാക്കാൻ അന്താരാഷ്ട്ര തലത്തിൽ ശക്തമായ ശ്രമങ്ങൾ വേണമെന്ന് വിദേശകാര്യമന്ത്രിമാർ ആവശ്യപ്പെട്ടു. മേഖലയിൽ കൂടുതൽ സംഘർഷങ്ങളോ യുദ്ധ സാഹചര്യങ്ങളോ ഉണ്ടാകുന്നതിനെ ഒമാൻ ശക്തമായി എതിർക്കുന്നതായി വിദേശകാര്യമന്ത്രി സെയ്ദ് ബദർ അൽ ബുസൈദി പറഞ്ഞു. രാജ്യാന്തര നിയമങ്ങളുടെ ലംഘനങ്ങളാണ് മേഖലയിൽ അസ്ഥിരതയ്ക്ക് കാരണമെന്നും കടുത്ത നിയന്ത്രണത്തിലൂടെയും മാത്രമേ ശാശ്വത പരിഹാരം സാധ്യമാകൂ എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സാമ്പത്തിക സഹകരണത്തിലൂന്നിയ ഉഭയകക്ഷി ബന്ധം കൂടുതൽ ശക്തമാക്കാനും സമാധാന ശ്രമങ്ങൾക്കായി ഒന്നിച്ചു പ്രവർത്തിക്കാനും ഇരു രാജ്യങ്ങളും തീരുമാനിച്ചു. മീഡിയ 1 മസ്കത്ത്.